എക്കണോമിക്സ് ടഫ് ഒന്നും അല്ല, ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. സിലബസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ? സിലബസിനെ വിശദീകരിക്കണോ? സിലബസ് എന്നാലും ഞാൻ നിങ്ങൾക്ക് സിലബസിന്റെ ഒരു ഓവർവ്യൂ തരാം. നമുക്കത് കൂടുതൽ വിശദീകരിച്ച് പിന്നെ ഇനിയിപ്പോ അതിന് സമയം കളയാനില്ല. അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഞാനൊരു ഓവർവ്യൂ തരാം. അപ്പൊ ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ കേട്ടോ. സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. അപ്പൊ കേട്ടറ്റ് എക്സാം എന്ന് പറയുന്നത് 150 മാർക്കിന്റെ ചോദ്യങ്ങളുള്ള ഒരു എക്സാം ആണ്. അതില് നിങ്ങൾക്ക് 40 മാർക്കിന് സൈക്കോളജി ആയിരിക്കും ഉണ്ടാവുക. 30 മാർക്കിന് ലാംഗ്വേജും, നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണോ എടുത്തത്, മലയാളം ആണോ ഇംഗ്ലീഷ് ആണോ, 30 മാർക്കിന് ലാംഗ്വേജ് ആയിരിക്കും ഉണ്ടാവുക. ബാക്കി വരുന്ന 80 മാർക്കിന് സോഷ്യൽ സയൻസ് ആയിരിക്കും ഉണ്ടാവുക. 80 മാർക്കും സോഷ്യൽ സയൻസിൽ നിന്നാണ്. അതില് 50 മാർക്ക് കണ്ടന്റ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും 50 മാർക്കിനും കേട്ടറ്റ് എക്സാമിന് കാറ്റഗറി 3 കൊടുത്തിട്ടുള്ളത്. ബാക്കി വരുന്ന 30 പെഡഗോജി അല്ലെങ്കിൽ മെത്തഡോളജി ആണ് കൊടുത്തിരിക്കുന്നത്. ഈ 50 കണ്ടന്റ് നോളജിൽ 10 ചോദ്യങ്ങളായിരിക്കും ഇക്കണോമിക്സിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. 10 ചോദ്യങ്ങളാണ് ഇക്കണോമിക്സിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇനി ഇതാ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അല്ലെ? ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, സെക്ടേഴ്സ് ഓഫ് ഇക്കോണമി, ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ്, ഇക്കണോമിക് സിസ്റ്റം ആൻഡ് സ്റ്റേറ്റ് ഫിനാൻസ്, മണി ആൻഡ് ഫിനാൻഷ്യൽ സിസ്റ്റം, ഗ്ലോബലൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾ 6, 7, 8, 9, 10 ക്ലാസ്സുകളിൽ പഠിച്ച SCERT ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു വിശദീകരിച്ച ഒരു എന്താ പറയാ, അതിന്റെ ഒരു പൂർണ്ണ രൂപം ഒരു സിലബസ് ആയിട്ട് പരീക്ഷാ ഭവൻ തന്നിരിക്കുന്നതാണ് ഇത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി HSAക്കുള്ള ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ +1, +2 ലെവലിലേക്കുള്ള തിയറി, ഇക്കണോമിക്സിന്റെ തിയറിയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇക്കണോമിക്സിന്റെ സിലബസ് കൊടുത്തിരിക്കുന്നത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആരുടെ ഒരു റെസ്പോൺസ് കാണുന്നുണ്ട്? ഓക്കെ ഓക്കെ ഓക്കെ. SCERT ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു പൂർണ്ണമായൊരു രൂപമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ കേട്ടറ്റ് കാറ്റഗറി 3 സിലബസിൽ തന്നിരിക്കുന്നത്. അതിനു പുറമെ കുറച്ച് ജനറൽ ക്വസ്റ്റ്യൻസും കുറച്ച് ബേസിക് ഫാക്ട്സും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ ഞാനാണ് ഇക്കണോമിക്സ് എടുക്കുന്നത്. എൻ്റെ പേര് ഷിഫ എന്നാണ്. ഞാൻ കോഴിക്കോട് നിന്നാണ്. എൻ്റെ സ്ഥലം കോഴിക്കോടാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? ഇക്കണോമിക്സ് എന്ന് വെച്ചാൽ ഇക്കണോമിക്സ് എന്ന വേർഡ് ഉരുത്തിരിഞ്ഞു വന്നത് എവിടെ നിന്നാണ്? ഇക്കണോമിക്സ് എന്ന വേർഡ് ഇക്കണോമിയ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് വന്നത്. ഇക്കണോമിക്സ് എന്ന വേർഡ് ഇക്കണോമിയ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്ന്. ഇക്കണോമിയ എന്ന് പറഞ്ഞാൽ ഗൃഹഭരണം എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, ഇക്കണോമിക്സ് എന്നാൽ സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനം. സ്റ്റഡി ഓഫ് ഇക്കണോമിക്സ്. ഇക്കണോമിക്സിന്റെ പഠനം അറിയപ്പെടുന്നത് അഫ്നോളജി എന്ന പേരിലാണ്. അഫ്നോളജി, അത് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചോളൂ. അഫ്നോളജി എന്ന പേരിലാണ് ഇക്കണോമിക്സിന്റെ പഠനം അറിയപ്പെടുന്നത്. സ്റ്റഡി ഓഫ് ഇക്കണോമിക്സ്, അഫ്നോളജി എന്നാണ് അറിയപ്പെടുന്നത്. ഈ സാമ്പത്തിക ശാസ്ത്രത്തിന് പലരും പല ഡെഫിനിഷൻസും നൽകിയിട്ടുണ്ട്. സാമ്പത്തിക ശാസ്ത്രം സമ്പത്തിനെ കുറിച്ച് പഠിക്കുന്നതാണ്, വെൽത്തിനെ കുറിച്ച് പഠിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആഡം സ്മിത്ത് ആണ്. ആഡം സ്മിത്ത് ആണ് സാമ്പത്തിക ശാസ്ത്രം വെൽത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞത് ആഡം സ്മിത്ത് ആണ്. വെൽത്ത്, സ്മിത്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സ്മിത്ത്, വെൽത്ത് രണ്ടിലും ഉണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാം. നമുക്ക് തരുന്ന ഓരോ ചോദ്യത്തിലും അതിന്റെ ഉത്തരം കണക്റ്റഡ് ആണ്.
നമ്മൾ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കിതൊന്നും കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് ആ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം തിരഞ്ഞെടുക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ വെൽത്തിനെ കുറിച്ച് പഠിക്കുന്നതാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് ആഡം സ്മിത്ത് ആണ്. അടുത്തത് വെൽഫെയറിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് ആൽഫ്രഡ് മാർഷൽ ആണ്. വെൽഫെയർ എന്ന് പറഞ്ഞാൽ ക്ഷേമത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് ആൽഫ്രഡ് മാർഷൽ. ക്ഷേമം, വെൽഫെയർ എന്ന് പറഞ്ഞാൽ ക്ഷേമം, മാർഷൽ, രണ്ടിലും ക്ഷ ഒക്കെ ഉണ്ട് അല്ലേ? അപ്പൊ നിങ്ങളൊന്ന് കണക്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. ഇനി സ്കേഴ്സിറ്റി, എന്താണ് സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്? സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ദൗർലഭ്യത്തെയാണ് സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. സ്കേഴ്സിറ്റി ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ലയണൽ റോബിൻസ് ആണ് സ്കേഴ്സിറ്റിയുടെ ഡെഫിനിഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഗ്രോത്തിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ കൊണ്ടുവന്നത് പോൾ സാമുവൽസൺ ആണ്. അപ്പൊ ഇതിലിപ്പോ നിങ്ങൾ കാര്യമായിട്ടും ഓർത്തിരിക്കേണ്ടത് അഫ്നോളജി നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. പിന്നെ ആഡം സ്മിത്ത് ആണ് വെൽത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി ഫാദർ ഓഫ് മോഡേൺ ഇക്കണോമിക്സ് ആരാണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഫാദർ ഓഫ് മോഡേൺ ഇക്കണോമിക്സ് ആഡം സ്മിത്ത് ആണ്. ഓക്കെ, ഫാദർ ഓഫ് മോഡേൺ ഇക്കണോമിക്സ് ആഡം സ്മിത്ത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകമാണ് വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ബുക്കാണ് വെൽത്ത് ഓഫ് നേഷൻ. അതിന്റെ ഫുൾ ഫോം ആൻ എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻ. ഇത്രയും വലിയ പേര് കേട്ട് നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട. ഇത്രയും വലുതായിട്ടൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. വെൽത്ത് ഓഫ് നേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ആഡം സ്മിത്ത് ആണ്. വെൽത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അത് ആഡം സ്മിത്ത് ആണ്. ഫാദർ ഓഫ് മോഡേൺ ഇക്കണോമിക്സ് അത് ആഡം സ്മിത്ത് ആണ്. ആ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി എന്താണ് ലേസസ് ഫെയർ പോളിസി? ആരാണ് ലേസസ് ഫെയർ പോളിസിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്? ലേസസ് ഫെയർ പോളിസി, ഇടപെടാതിരിക്കൽ നയം എന്ന് വെച്ചാല് ഗവൺമെന്റ് ഭരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ചെയ്തോട്ടെ. മറ്റ് വ്യവസായം അതുപോലെ സാമ്പത്തിക കാര്യങ്ങളിലൊന്നും ആര് ഇടപെടണ്ട? ഗവൺമെന്റ് ഇടപെടേണ്ട ആവശ്യമില്ല. ഇതാണ് ലേസസ് ഫെയർ പോളിസി, നോൺ ഇന്റർഫറൻസസ് ബൈ ഗവൺമെന്റ് ഇൻ ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയി എഴുതി വെക്കുക. ലേസസ് ഫെയർ പോളിസി കൊണ്ടുവന്നിരിക്കുന്നത് ആഡം സ്മിത്ത് ആണ് എന്നുള്ള കാര്യം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇനി മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ വെൽത്ത് ഓഫ് നേഷൻ ആഡം സ്മിത്ത് പബ്ലിഷ് ചെയ്ത ഇയർ എന്ന് പറയുന്നത് 1776, 1776ലാണ്. 1776 കഴിഞ്ഞ പ്രാവശ്യത്തെ HSന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ചോദ്യമായിരുന്നു ഇത്. വെൽത്ത് ഓഫ് നേഷൻ പബ്ലിഷ് ചെയ്ത വർഷം ഏത് എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. 1776. വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ അത് എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ ആഡം സ്മിത്തിനെ കുറിച്ച് പറഞ്ഞത് എന്തൊക്കെയാണ്? ഫാദർ ഓഫ് മോഡേൺ ഇക്കണോമിക്സ്, അദ്ദേഹത്തിന്റെ ബുക്ക് ഏതാണ്? വെൽത്ത് ഓഫ് നേഷൻ. അദ്ദേഹത്തിന്റെ തിയറി, അദ്ദേഹം കൊണ്ടുവന്നതാണ് എന്ത്? ലേസസ് ഫെയർ പോളിസി എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഇക്കണോമിക് കാര്യങ്ങളിൽ, ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ ഗവൺമെന്റ് ഇടപെടാൻ പാടില്ല. ഇടപെടാതിരിക്കൽ നയമാണ് ലേസസ് ഫെയർ പോളിസി എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? ഇത്രയും കാര്യത്തിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും കൊണ്ട് ചോദിക്കാനുണ്ടോ? ഓക്കെ. ഇനി നമ്മൾ അടുത്തത് ഫാദർ ഓഫ് ഇന്ത്യൻ ഇക്കണോമിക്സ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഫാദർ ഓഫ് മോഡേൺ ഇക്കണോമിക്സ് ആണ് ആഡം സ്മിത്ത് എന്ന് പറഞ്ഞു. ഇനി ഫാദർ ഓഫ് ഇന്ത്യൻ ഇക്കണോമിക്സ് അതാരാണ്? ദാദാഭായ് നവറോജി.
ദാദാബായ് നവറോജിനെ നമ്മൾ ചെറുപ്പകാലം മുതലേ കേൾക്കുന്നതാണല്ലേ. ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദാദാബായ് നവറോജിനെ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ് അല്ലെ. ഇദ്ദേഹമാണ് ഫാദർ ഓഫ് ഇന്ത്യൻ ഇക്കണോമിക്സ് എന്നറിയപ്പെടുന്നത് ദാദാബായ് നവറോജി. ഇനി ഈ ദാദാബായ് നവറോജിയാണ് ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. ഫസ്റ്റ് പേഴ്സൺ അറ്റംപ്റ്റ് ടു കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ. ഹലോ, അനെ എന്ത് പറയുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ. ഫസ്റ്റ് പേഴ്സൺ അറ്റംപ്റ്റ് ടു കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ദാദാബായ് നവറോജിയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, അറ്റംപ്റ്റ് ആണ്, ശ്രമം നടത്തിയ ആളാണ് ആര്? ദാദാബായ് നവറോജി. അപ്പൊ ഒരു ചോദ്യം അവിടെ ചോദിക്കാം, ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത് ആരാണ്? Who is the first person attempt to calculate national income in India? ദാദാബായ് നവറോജി. ഓക്കെ. ഇദ്ദേഹം ഏത് തിയറിയുടെ ഉപജ്ഞാതാവാണ് ദാദാബായ് നവറോജി? ഡ്രെയിൻ തിയറിയുടെ, ദ പ്രൊപ്പൗണ്ടർ ഓഫ് ഡ്രെയിൻ തിയറിയുടെ ഉപജ്ഞാതാവാണ് ദാദാബായ് നവറോജി. ഡ്രെയിൻ തിയറി, ചോർച്ചാ സിദ്ധാന്തം, ഈ ഒരു ചോർച്ചാ സിദ്ധാന്തത്തെ കുറിച്ച് അദ്ദേഹം ആദ്യം അവതരിപ്പിച്ച പേപ്പറാണ് ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന് പറയുന്നത്. ദാദാബായ് നവറോജി ഈ ഡ്രെയിൻ തിയറിയെ കുറിച്ച് ആദ്യമായി അവതരിപ്പിച്ച പേപ്പറാണ് ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മൾ ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്ത് വന്നിട്ട് സമ്മാനങ്ങളായിട്ടും സാലറി ആയിട്ടും താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ വാടകയായിട്ടും അവിടെ ബിൽഡിംഗ് കെട്ടിയിട്ട ഭൂമിയുടെ വാടകയായിട്ടും സഞ്ചരിക്കുന്ന വാഹനമായിട്ടും അങ്ങനെ എന്തൊക്കെ നമ്മുടെ രാജ്യത്ത് നിന്ന് ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചു പോയിട്ടുണ്ടോ അത് മുഴുവൻ അദ്ദേഹം വരച്ചു കാണിച്ചു തന്നു. ആര്? ദാദാബായ് നവറോജി. ഏത് പേപ്പറിലൂടെ? ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന് പറയുന്ന പേപ്പറിലൂടെ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. ഈ ഡ്രെയിൻ തിയറിയെ കുറിച്ച് ആദ്യം വരച്ചു കാണിച്ചു തന്നെ പേപ്പറാണ് ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ. എന്നാൽ ഈ ഡ്രെയിൻ തിയറിയെ കുറിച്ച് ആദ്യം അവതരിപ്പിച്ച ബുക്ക് ഏതാന്ന് ചോദിച്ചാൽ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇതൊരു PYQ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇത്. ദാദാബായ് നവറോജിയുടെ പുസ്തകത്തിന്റെ പേര്, ഓഥർ ഓഫ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആരാണ്? ദാദാബായ് നവറോജി. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഫാദർ ഓഫ് ഇന്ത്യൻ ഇക്കണോമിക്സ് ദാദാബായ് നവറോജി. അപ്പൊ ഇതിൽ നിന്ന് മെയിൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഡ്രെയിൻ തിയറിയുടെ പ്രൊപ്പൗണ്ടർ ആരാണെന്ന് ചോദിക്കാം. ഓഥർ ഓഫ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അത് രണ്ടും നിങ്ങൾ ഓർത്ത് വെച്ചോളാം. അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് ശ്രമിച്ച ആളാണ് ആര്? ദാദാബായ് നവറോജി. എന്നാൽ ഒഫീഷ്യലായിട്ട് ഇന്ത്യയുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത ആളാണ് ആര്? TC മഹലനോബിസ്. അപ്പൊ ചോദ്യം ഇതാണ്, ഹു ഇസ് ഒഫീഷ്യലി കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ? TC മഹലനോബിസ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ വരരുത്. TC മഹലനോബിസ് ഔദ്യോഗികപരമായിട്ടാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തത്. എന്നാൽ ദാദാബായ് നവറോജി അങ്ങനെയല്ല, ഫസ്റ്റ് അറ്റംപ്റ്റ് ടു കാൽക്കുലേറ്റ് ദ നാഷണൽ ഇൻകം. ഓക്കെ, TC മഹലനോബിസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനിൽ എങ്ങനെ വരാം? പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് എന്ന് ചിലപ്പോൾ തരാം.
അപ്പൊ പ്രശാന്ത എന്ന് കാണുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യരുത്. ഉടൻ തന്നെ ദാദാഭായ് നവറോജിനെ കയറി തർപ്പിക്കാനും പാടില്ല. പ്രശാന്ത് ചന്ദ്ര എന്ന് പറയുന്നത് PC-യുടെ ഫുൾ ഫോം ആണ് കേട്ടോ. പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ് ഒഫീഷ്യലായിട്ട് ഇന്ത്യയുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത വ്യക്തിയാണ് PC മഹലനോബിസ് എന്ന് പറയുന്നത്. ഈ ഒരു ഇത് നമ്മളിപ്പോ ബേസിക് ആയിട്ട് ഇക്കണോമിക്സിന്റെ ബേസിക് ആണ് നമ്മളിപ്പോ ഇവിടെ പറയുന്നത്. ഇത് കേട്ടറ്റ് കാറ്റഗറി 3-കാർക്കാണെങ്കിലും അതുപോലെ HSAക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിലും ഇത് വളരെ ഉപകാരപ്പെടുന്ന നോട്ടാണ്. അപ്പൊ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ എഴുതിയെടുക്കണം. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, ഇന്ത്യയിൽ ദേശീയ വരുമാനം നാഷണൽ ഇൻകം കണക്കാക്കുന്ന ഏജൻസി. ഇനി ആർക്കെങ്കിലും നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളൊരു ഇതുണ്ടോ, ഒരു സംശയം ഉണ്ടോ? നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ പറയാം. നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാല് ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഒരു രാജ്യത്ത് ഒരു വർഷം, എന്താണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത്? ഒരു സാമ്പത്തിക വർഷം എന്താണ്? ഒരു സാമ്പത്തിക വർഷം ഏത് മുതൽ ഏത് വരെയാണ്? ആർക്കെങ്കിലും അറിയോ? April 1st to March 31st വരെ. Yes, very good. April started to 1st April and ends on 31st March. ഈ ഒരു സാമ്പത്തിക വർഷത്തിലെ എല്ലാ സേവനങ്ങളുടെയും സാധനങ്ങളുടെയും എന്താ പറയാ, ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധന സേവനങ്ങളുടെയും പണമൂല്യത്തെയാണ് നമ്മൾ ദേശീയ വരുമാനം എന്ന് പറയാം. ഈ ദേശീയ വരുമാനം കണക്കാക്കുന്ന ഏജൻസിയാണ് CSO. നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. CSO ആണ് ദ ഏജൻസി എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം. CSOന്റെ ഫുൾ ഫോം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ബാക്കി പറയൂ. ഓർഗനൈസേഷൻ അല്ല, ഓർഗനൈസേഷൻ ആയിരുന്നു. യെസ്, വെരി ഗുഡ്. ഓഫീസ് എന്നാക്കി ഇപ്പൊ മാറ്റി. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കണം. ഞാനത് അവിടെ എഴുതാൻ വിട്ടുപോയതാണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാക്കി മാറ്റി. ഓർഗനൈസേഷൻ ആയിരുന്നു, ഓഫീസ് എന്നാക്കി മാറ്റി. ചിലപ്പോ നിങ്ങളോട് CSOന്റെ ഫുൾ ഫോം ഒക്കെ ചോദിക്കാം. CSOന്റെ ഫുൾ ഫോം ഒക്കെ ചോദിച്ചാൽ ഓർഗനൈസേഷൻ തരാം. ഓർഗനൈസേഷൻ പക്ഷെ നിങ്ങൾ എഴുതരുത്, ഓഫീസ് ആണ് കേട്ടോ. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ്. ഓക്കെ ഓക്കെ. ഇനി നമ്മുടെ ദാദാഭായ് നവറോജിയുടെ ഡ്രെയിൻ തിയറിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് RC ദത്ത് എഴുതിയ ബുക്കാണ് ഇക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ജസ്റ്റ് അവിടെ എഴുതി വെച്ചോളൂ. അങ്ങനെ PSC അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. RC ദത്ത് ഇക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബഡ്ജറ്റിനെ കുറിച്ചിട്ടാണ്. HSAയിലായാലും കേട്ടറ്റ് കാറ്റഗറി 3-ലായാലും ബഡ്ജറ്റിന്റെ ഒരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കാം. അപ്പൊ ബഡ്ജറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫാദർ ഓഫ് ഇന്ത്യൻ ബഡ്ജറ്റ് PC മഹലനോബിസ്. ഇതേ PC മഹലനോബിസിനെ നമ്മൾ കുറച്ച് മുൻപ് കണ്ടുല്ലേ. ഒഫീഷ്യലായിട്ട് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത ആളാണ് PC മഹലനോബിസ്. ഇദ്ദേഹം തന്നെയാണ് ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ ബഡ്ജറ്റ് PC മഹലനോബിസ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, ബഡ്ജറ്റിന്റെ പിതാവ് ആരാ? ബഡ്ജറ്റിന്റെ പിതാവ് ആർക്കെങ്കിലും അറിയോ? ബഡ്ജറ്റിന്റെ പിതാവ് അറിയോ? ഇല്ല. ഓക്കെ, ബഡ്ജറ്റിന്റെ പിതാവാണ് ജെയിംസ് വിൽസൺ.
ദ ഫസ്റ്റ് ഇന്ത്യൻ ബഡ്ജറ്റ് വാസ് പ്രസന്റഡ് ബൈ ജെയിംസ് വിൽസൺ. ആരുടെ കാലത്താണ്? ലോർഡ് കാനിങ്ങിന്റെ കാലത്താണ് ജെയിംസ് വിൽസൺ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ദ ഫസ്റ്റ് ഇന്ത്യൻ ബഡ്ജറ്റ് വാസ് പ്രസന്റഡ് ബൈ ജെയിംസ് വിൽസൺ. അപ്പോൾ ബഡ്ജറ്റിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ജെയിംസ് വിൽസണും, ഫാദർ ഓഫ് ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ PC മഹ്ലനോബിസുമാണ്. PC-യുടെ ഫുൾ ഫോം എന്തായിരുന്നു? പ്രശാന്ത ചന്ദ്ര. പ്രശാന്ത എന്ന് കാണുമ്പോഴത്തേക്കും സ്കിപ്പ് ചെയ്യാൻ നോക്കരുത്. ഓക്കെ, അപ്പൊ കാനിങ് പ്രഭുവിന്റെ കാലത്താണ് ജെയിംസ് വിൽസൺ ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഇനി PC മഹ്ലനോബിസിന്റെ ജന്മദിനമാണ് എന്ന് ജൂൺ 29, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് PC മഹ്ലനോബിസിന്റെ ജന്മദിനമായ ജൂൺ 29-നാണ്. ഈ ജൂൺ 29 ഇമ്പോർട്ടന്റ് ആണ്, ഇത് ചോദിക്കാം. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ എന്ന് പറയുന്നത് ജൂൺ 29 ആണ്. ഓക്കെ, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കൊൽക്കത്ത. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ് കേന്ദ്രത്തിൽ കേട്ടോ. ദ ഫസ്റ്റ് യൂണിയൻ ബഡ്ജറ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ വാസ് പ്രസന്റഡ് ബൈ RK ഷൺമുഖം ചെട്ടി. ആദ്യമായിട്ട് ഫസ്റ്റ് യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ആരാണ്? RK ഷൺമുഖം ചെട്ടിയാണ്. ഇതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല ഈ ഒരു ക്വസ്റ്റ്യൻ. എന്നാലും സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആര് എന്നൊരു ചോദ്യം വന്നാൽ അത് RK ഷൺമുഖം ചെട്ടിയാണ്. ഇൻഡിപെൻഡൻസ് ഇന്ത്യ വാസ് പ്രസന്റഡ് ബൈ The first union budget of independent India was presented by RK ഷൺമുഖം ചെട്ടി on November 26, 1947. ഇയർ അങ്ങനെ ഇമ്പോർട്ടന്റ് അല്ല. ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചതാര്? മോസ്റ്റ് നമ്പർ ഓഫ് ബഡ്ജറ്റ് പ്രസന്റഡ് ബൈ മൊറാർജി ദേശായി. മൊറാർജി ദേശായി ആണ് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. എവിടെ? കേന്ദ്രത്തില് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആളാണ് മൊറാർജി ദേശായി. 10 ബഡ്ജറ്റാണ് മൊറാർജി ദേശായി അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ കേരളത്തിന്റെ കേസിലേക്ക് വരുമ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്? മാണി. യെസ്, വെരി ഗുഡ്. കെ മാണിയാണ് കേരളത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്ന വ്യക്തി. ഇനി മറ്റൊരു ചോദ്യം, ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് 112, 112. എന്നാൽ ഭരണഘടനയിൽ ബഡ്ജറ്റ് എന്നൊരു സെന്റൻസ് ഇല്ല. ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു വാക്കില്ല. അതിനു പകരം ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നൊരു വാക്കാണ് ഭരണഘടനയിലുള്ളത്. അപ്പൊ ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 112. ഓക്കെ, ഇവിടെയാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഈ ബഡ്ജറ്റിനെ ജനറൽ ബഡ്ജറ്റ് എന്നും റെയിൽവേ ബഡ്ജറ്റ് എന്നിങ്ങനെ സെപ്പറേറ്റ് ആക്കാൻ തീരുമാനിച്ചു. ആദ്യം ബഡ്ജറ്റ് എന്തായിരുന്നു? ഒരു കോമൺ ആയിട്ട് ഒരു കോമൺ ആയിരുന്നു ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതിനെ എന്താക്കാൻ തീരുമാനിച്ചു? ജനറൽ ബഡ്ജറ്റ് എന്നും റെയിൽവേ ബഡ്ജറ്റ് എന്നും എന്നിങ്ങനെ രണ്ടാക്കാൻ തീരുമാനിച്ചു. ഏത് വർഷം? 1921 അങ്ങനെ സെപ്പറേറ്റ് ആക്കാൻ തീരുമാനിച്ചത്. സെപ്പറേറ്റഡ് ആസ് ജനറൽ ആൻഡ് റെയിൽവേ ബഡ്ജറ്റ് 1921. എന്നാൽ ഇത് പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 1924 നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് പ്രാബല്യത്തിൽ വന്നത് 1924. ഓക്കെ, 21 തീരുമാനിച്ചിട്ടേ ഉള്ളൂ. പ്രാബല്യത്തിൽ വരുമ്പോ 24 ആയിട്ടുണ്ട്.
അന്ന് വേർപ്പെടുത്തിയ ആ ബഡ്ജറ്റ് 24 വേർപ്പെടുത്തിയ ആ ബഡ്ജറ്റ് നമ്മൾ എന്താക്കി 2016 കൂട്ടിയോജിപ്പിച്ചു. അന്ന് വേർപ്പെടുത്തിയ ആ ബഡ്ജറ്റ് 2016 കൂട്ടിയോജിപ്പിച്ചു. 2016 കൂട്ടിയോജിപ്പിച്ചെങ്കിലും ആ കൂട്ടിയോജിപ്പിച്ച ബില്ല് അവതരിപ്പിച്ചത് എന്ന് വെച്ചാൽ അത് പ്രാബല്യത്തിൽ വന്നത് 2017 ശ്രദ്ധിക്കണേ, അത് പ്രാബല്യത്തിൽ വന്നത് 2017. അപ്പൊ ഒരു ചോദ്യം, ഇന്ത്യയിൽ മിക്സഡ് ബഡ്ജറ്റ് അവതരിപ്പിച്ച വർഷം. ഇന്ത്യയിൽ മിക്സഡ് ബഡ്ജറ്റ് അവതരിപ്പിച്ച വർഷം. എനിവൺ കാൻ സേ? 1924 മിസ്. അല്ല, ഇതൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. 2017 എന്നാണ് അതിന്റെ ആൻസർ. കാരണം നമ്മൾ ആ സെപ്പറേറ്റ് ചെയ്ത ബഡ്ജറ്റിനെ നമ്മൾ എന്താക്കി, മിക്സ് ചെയ്ത് ഒന്നാക്കി. അതെന്നാണ്? അവതരിപ്പിച്ച വർഷം എന്നാണ്? 2017. 2016 കൂട്ടിയോജിപ്പിക്കാൻ തീരുമാനിച്ചു. ആ ബില്ല് അവതരിപ്പിച്ചത് 2017. അത് പ്രാബല്യത്തിൽ വന്നത് 2017. അപ്പൊ ഇന്ത്യയിൽ മിക്സഡ് ബഡ്ജറ്റ് അവതരിപ്പിച്ച വർഷം എന്ന് ചോദിച്ചാൽ അത് 2017. ഇതൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്, നോട്ട് ചെയ്ത് വെക്കുക. പ്ലാനിംഗ് ആണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നെടും തൂൺ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ ആണല്ലേ. ഇങ്ങനെ ഒരു പ്ലാനിംഗ് കമ്മീഷൻ ഉള്ളതുകൊണ്ടാണ് 19 വർഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇങ്ങനെ നിലനിൽക്കുന്നത് തന്നെ. ഇങ്ങനെ ഒരു പ്ലാനിംഗ് കമ്മീഷൻ ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ആകെ തകർന്ന് പൊട്ടിപ്പോയേനെ. പക്ഷെ ഇങ്ങനൊരു പ്ലാനിംഗ് കമ്മീഷൻ ഉള്ളത് കൊണ്ട് നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇങ്ങനെ നല്ല രീതിയിൽ നിലനിന്നു പോന്നു. ഇപ്പൊ നമുക്ക് കുറെ ഫാദേഴ്സിനെ പഠിക്കാനുണ്ട്. ഫാദേഴ്സ് ഓഫ് ഇക്കണോമിക്സ്, ഫാദേഴ്സ് ഓഫ് ഇന്ത്യൻ ഇക്കണോമിക്സ്, ഫാദേഴ്സ് ഓഫ് ബഡ്ജറ്റ്. അതുപോലെ ഒരു ഫാദറാണ് ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ്. ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ്, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, എം വിശ്വേശ്വരയ്യ. ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യാണ്. നോട്ട് ചെയ്ത് വെച്ചോളാം. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എം വിശ്വേശ്വരയ്യ. അദ്ദേഹത്തിന്റെ ബുക്കാണ്, ഫേമസ് ആയ ബുക്കാണ് പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ 1934. പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ 1934. ഈ 1934 നോട്ട് ചെയ്ത് വെച്ചോളൂ, ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യയുടെ വർഷം 1934, അത് ചോദിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ജന്മദിനം, എം വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ് എഞ്ചിനീയേഴ്സ് ഡേ. സെപ്റ്റംബർ 15 എം വിശ്വേശ്വരയ്യ ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജന്മദിനം എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ഫേസ്ബുക്കിലൊക്കെ നമ്മുടെ ബിടെക് കഴിഞ്ഞ ആൾക്കാര് അവരുടെ ഞങ്ങളുടെ ദിവസം എന്നൊക്കെ പറഞ്ഞ് എഞ്ചിനീയേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ആ ഡേ ആണ് സെപ്റ്റംബർ 15 എന്ന് പറയുന്നത്. അത് ആരുടെ ജന്മദിനമാണ്? എം വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഇത് സ്ലൈഡ് കാണാൻ പറ്റുന്നില്ലേ? കാണുന്നുണ്ട്. ആ, ഓക്കെ. ഇനി ആസൂത്രണത്തിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയാണ്. ആസൂത്രണത്തിന് വേണ്ടിയിട്ട് ഒരു പ്ലാനിംഗ് കമ്മീഷൻ, ഒരു പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കുകയാണ്. എന്നാണ് ഈ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്? പ്ലാനിംഗ് കമ്മീഷൻ വരുന്നത് 1950 മാർച്ച് 15. കഴിഞ്ഞ പ്രാവശ്യത്തെ HSC ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. പ്ലാനിംഗ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ആയ ഇയർ ഏതാണ് ചോദിച്ചിരുന്നു. 1950 മാർച്ച് 15. ഇതൊരു അഡ്വൈസറി ബോഡി ആയിരുന്നു കേട്ടോ. അത് അഡ്വൈസറി ബോഡി ആയിരുന്നു.
ഇത്. ഈ ഒരു പ്ലാനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത്, ഈ ഒരു പ്ലാനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പഞ്ചവത്സര പദ്ധതികൾ, 5 ഇയർ പ്ലാനിങ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ എടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. റഷ്യ എന്ന് പറയുന്നതും USSR എന്ന് പറയുന്നതും സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നതും ഒക്കെ ഒന്നാണ് കേട്ടോ. ഇനി ആർക്കെങ്കിലും അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ റഷ്യ, സോവിയറ്റ് യൂണിയൻ, USSR എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്ലാനിങ് എന്ന് പറയുന്നതും 5 ഇയർ പ്ലാൻ നമ്മൾ കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. റഷ്യയില് ഇങ്ങനൊരു പ്ലാനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് സ്റ്റാലിൻ ആണ്. സ്റ്റാലിൻ. ഓക്കെ. ഈ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് പ്രൈം മിനിസ്റ്റർ ആണ്. ഈ ഒരു ചോദ്യം ഒരുപാട് പ്രാവശ്യം, 19 പ്രാവശ്യം ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും. എന്നാലും നമ്മൾ പരീക്ഷാ ഹാളിൽ പോയാൽ നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. പ്ലാനിംഗ് പി, പ്രൈം മിനിസ്റ്ററും പിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കാം. പ്ലാനിംഗ് പിയിലാണ്, പ്രൈം മിനിസ്റ്ററും പിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. പ്ലാനിംഗ് കമ്മീഷന്റെ മുൻപ് വന്നതാണ് എന്ത്? നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ആസൂത്രണത്തിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചത് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയാണ്. 1938 ആരുടെ കീഴിലാണ് ഈ ഒരു നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത്? ജവഹർലാൽ നെഹ്റുവിന്റെ കീഴിലാണ്. അദ്ദേഹം തന്നെയായിരുന്നു ചെയർമാനും. എന്നാൽ ഈ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ഇയർ നിങ്ങൾ നോക്കിയേ, 1938 ആണ് അല്ലെ. എന്ന് വെച്ചാല് നമ്മുടെ 2ാം ലോക മഹായുദ്ധം നടക്കുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിക്ക് രൂപം നൽകുന്നത്. പക്ഷെ 2ാം ലോക മഹായുദ്ധം നടന്നപ്പോൾ ഈ ഒരു നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിക്ക് ഒരു തുമ്പില്ലാതായിപ്പോയി. ഈ ഒരു നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഒന്നും ആയില്ല, അത് എവിടെ എത്തിയില്ല, ഇതൊരു പരാജയമായി പോയി. ഇതിന്റെ ചെയർമാനും ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പക്ഷെ ഇത് എവിടെ എത്തിയില്ല, ഒരു തുമ്പില്ലാതെ ഇത് ആൾക്കാരും അറിയാതെ പോയി, ഈ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. അതിനുശേഷം ഈ വ്യവസായികളൊക്കെ കൂടെ ചേർന്നിട്ട് ഒരു ബോംബെ പ്ലാൻ തയ്യാറാക്കി. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബോംബെ പ്ലാൻ തയ്യാറാക്കി വ്യവസായികളൊക്കെ കൂടെ ചേർന്നിട്ട് 1944 1944 ഈ ഒരു ഇയർ ഇമ്പോർട്ടന്റ് ആണ്. ബോംബെ പ്ലാനിന്റെ ഇയർ ചോദിച്ചിട്ടുണ്ട് 1944. അത് നിങ്ങൾ അവിടെ എഴുതി വെക്കാം. ബോംബെ പ്ലാൻ കൊണ്ടുവരുന്നത് ടാറ്റ, ബിർള, ദലാൽ ഇങ്ങനെ 8 വ്യവസായികൾ ചേർന്നിട്ടാണ് ഈ ഒരു ബോംബെ പ്ലാൻ തയ്യാറാക്കുന്നത്. അതിനുശേഷമല്ല, അതേ ഇയറിൽ തന്നെയാണ് ഗാന്ധിയൻ പ്ലാൻ വന്നത്. ശ്രീനാരായണ അഗർവാൾ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഗാന്ധിയൻ പ്ലാന് 1944 ബൈ ശ്രീനാരായണ അഗർവാൾ. ഇതൊരു ഡീപ്പ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് PSCയിലും HSCയിലും ഡീപ്പ് ആയിട്ട് വേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രീനാരായണ അഗർവാൾ എന്ന് പറയുന്നത് ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കേട്ടറ്റിൽ നമുക്കിത് പ്രതീക്ഷിക്കേണ്ട. ഗാന്ധിയൻ പ്ലാൻ പ്രതീക്ഷിക്കേണ്ട. എന്നാൽ പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് പീപ്പിൾസ് പ്ലാൻ. പീപ്പിൾസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ജനകീയ പദ്ധതി കൊണ്ടുവന്നത് MN റോയ് ആണ്. ആരുടേതാണ് ഈ പീപ്പിൾസ് പ്ലാൻ? ആരുടേതാണ്? അല്ലെങ്കിൽ ഈ പീപ്പിൾസ് പ്ലാൻ മുന്നോട്ട് വെച്ചത് ആര്? പീപ്പിൾസ് പ്ലാൻ അവതരിപ്പിച്ചത് ആര് എന്നൊക്കെ ചോദിക്കാം. അതാരാണ്? MN റോയ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചോളാം. MN റോയ്. അത് കഴിഞ്ഞിട്ട് സർവോദയ പ്ലാൻ കൊണ്ടുവരുന്നു 1950 ജയപ്രകാശ് നാരായണനാണ് സർവോദയ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഈ പ്ലാനിൽ ഇമ്പോർട്ടന്റ് ആയത് ബോംബെ പ്ലാനിന്റെ ആ വർഷമാണ് 1944.
അതുപോലെ പീപ്പിൾസ് പ്ലാൻ ആരുടേതാണ് എന്ന് ചോദിച്ചാൽ എം.എൻ. റോയ്, അതും ഓർത്ത് വെച്ചോളാം. ഇനി നമുക്ക് അറിയേണ്ട മറ്റൊരു കാര്യം, ഇക്കണോമിക് ആൻഡ് സോഷ്യൽ പ്ലാനിംഗ് ഇൻക്ലൂഡഡ് ഇൻ ദ കൺകറന്റ് ലിസ്റ്റ്. ഈ ഒരു പ്ലാനിങ് കഴിഞ്ഞ പ്രാവശ്യത്തെ അതിന് മുന്നത്തെ പ്രാവശ്യത്തെ കേട്ടോ HSAയുടെ ചോദ്യ പേപ്പർ ഉണ്ടായിരുന്നു. പ്ലാനിങ് ഏത് ലിസ്റ്റിൽ ഉൾപ്പെടും എന്നുള്ളത് കൺകറന്റ് ലിസ്റ്റിലാണ് പ്ലാനിങ്ങിനെ കുറിച്ച് പറയുന്നത്. കൺകറന്റ് ലിസ്റ്റിലാണ്, അത് നോട്ട് ചെയ്ത് വെച്ചോളാം. ഇനി ഈ ടേം ഗാന്ധിയൻ ഇക്കണോമിക്സ് വാസ് കോയിൻഡ് ബൈ, ഗാന്ധിയൻ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ടേം കോയിൻ ചെയ്തിരിക്കുന്നത് JC കുമരപ്പ. ഗാന്ധിയൻ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തിരിക്കുന്നത് JC കുമരപ്പയാണ്. ഓക്കെ, അതും നോട്ട് ചെയ്തോളൂ. ഇനി നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മിക്സഡ് ഇക്കോണമിയാണ്. ഇന്ത്യ ഈസ് എ മിക്സഡ് ഇക്കോണമി. ഇപ്പൊ 5 ഇയർ പ്ലാൻ ഉണ്ടോ? ഇപ്പൊ ഈ ഒരു പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടോ? ഇല്ല. ഇപ്പൊ അതെന്താക്കി റീപ്ലേസ് ചെയ്തു? നീതി ആയോഗ്. യെസ്, വെരി ഗുഡ്. നീതി ആയോഗ് ആക്കി അത് റീപ്ലേസ് ചെയ്തു അല്ലെ? ഈ നീതി ആയോഗ് ആക്കി റീപ്ലേസ് ചെയ്തത് എന്നാണ്? 2015 അല്ലേ മിസ്സേ? യെസ്, വെരി ഗുഡ്. 2015 ജനുവരി 1. ഇതൊരു കുറെ പ്രാവശ്യം PSCയുടെ കയ്യിലുള്ള ഒരു ചോദ്യമാണ്. 2015 ജനുവരി 1 എന്ന് പറയുന്നത് നീതി ആയോഗ് റീപ്ലേസ് ചെയ്ത ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫസ്റ്റ് ഗുൽസാരിലാൽ നന്ദ എന്തായാലും ചോദിക്കും, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നീതി ആയോഗിന്റെ ചെയർമാൻ ആര്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ് നീതി ആയോഗിന്റെ ചെയർമാൻ? പ്രൈം മിനിസ്റ്റർ തന്നെയാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതിൽ എന്ത് തരും? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എന്നൊക്കെ തരും അല്ലേ? അപ്പൊ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എന്നൊക്കെ തരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അതിലൊന്നും ചെയ്യാതെ വേറെ എന്തെങ്കിലുമൊക്കെ പോയി തർപ്പിക്കും. അപ്പൊ നീതി ആയോഗിന്റെ ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആണ്. വൈസ് ചെയർമാൻ, ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആര്? രാജീവ് കുമാർ. യെസ്, വെരി ഗുഡ്. രാജീവ് കുമാർ ആണ് ഇപ്പോഴത്തെ പ്രസന്റ് വൈസ് ചെയർമാൻ ഓഫ് നീതി ആയോഗ്, രാജീവ് കുമാർ. എന്നാല് ആദ്യത്തേത് വൈസ് ചെയർമാൻ ആരായിരുന്നു? ഫസ്റ്റ് അമിതാഭ് കാന്ത്. ആര്? അമിതാഭ് കാന്ത് അല്ലേ മിസ്സേ? അല്ല, അമിതാഭ് കാന്ത് അല്ല, അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയാണ്. 2015 ജനുവരി 1 എന്ത് വന്നു? നീതി ആയോഗ് വന്നു. ആ സമയത്തുള്ള വൈസ് ചെയർമാൻ ആണ് അരവിന്ദ് പനഗരിയ. പ്രസന്റ് ഇപ്പോഴുള്ള വൈസ് ചെയർമാൻ ആണ് രാജീവ് കുമാർ. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ 2015 ജനുവരി 1 നീതി ആയോഗ് വന്ന സമയത്തുള്ള വൈസ് ചെയർമാൻ അരവിന്ദ് പനഗരിയ. എന്നാൽ ഇപ്പോഴത്തെ പ്രസന്റ് ഉള്ള വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് രാജീവ് കുമാർ. ആദ്യത്തെ CEO ആരായിരുന്നു? പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ CEO സിന്ധുശ്രീ കുല്ലാർ ആണ്. സിന്ധുശ്രീ കുല്ലാർ ആണ് CEO.
പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷന്റെ അല്ല, നീതി ആയോഗിന്റെ ആദ്യത്തെ സിഇഒ സിന്ധുശ്രീ കുല്ലാർ. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നപ്പോൾ അതിന്റെ സിഇഒ സിന്ധുശ്രീ കുല്ലാറും, എന്നാൽ ഇപ്പോൾ ഉള്ളത് അമിതാഭ് ഗാന്ധു ആണ് കേട്ടോ. ഞാൻ എഴുതിയതില് മിസ്സസ് അമിതാഭ് കാന്ത് ഫസ്റ്റും സിന്ധുശ്രീ കുല്ലാർ ഇപ്പോഴത്തെ അല്ലേ? യെസ്, അതെ. സിന്ധുശ്രീ കുല്ലാർ ഇപ്പോഴത്തേതും 2015 ജനുവരി 1 നീതി ആയോഗ് വന്ന സമയത്ത് ഫസ്റ്റ് ഉള്ളത് അമിതാഭ് ഗാന്ധു ആണ്. മാറിപ്പോകരുത്, എന്നോട് മാറിപ്പോകരുത്. ഓക്കെ, 2015 ജനുവരി 1 ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ PSC ചോദിച്ചൊരു ചോദ്യമാണത്, നീതി ആയോഗിന്റെ വർഷം. ഇനി ഇങ്ങനെ ഒരു പഞ്ചവത്സര പദ്ധതി പ്ലാനിംഗ് കമ്മീഷനിലാണല്ലോ 5 ഇയർ പ്ലാൻ ഉണ്ടായത്. ഈ ഒരു 5 ഇയർ പ്ലാനിന് അംഗീകാരം കൊടുത്തത് NDC ആണ്, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. NDC, ദേശീയ വികസന സമിതി. എസ്റ്റാബ്ലിഷ്ഡ് 1952. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ 1952. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഉണ്ടാക്കിയത്? 5 ഇയർ പ്ലാന് അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, 5 ഇയർ പ്ലാന് അംഗീകാരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ 1952 എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നീതി ആയോഗില് NDCക്ക് പകരം വന്നത് ഏതാണ്? നീതി ആയോഗില് NDCക്ക് പകരം വന്നത് ഗവേണിംഗ് കൗൺസിൽ ആണ്. ഗവേണിംഗ് കൗൺസിൽ, ഭരണസമിതി. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് 5 ഇയർ പ്ലാൻ ആണ്. 5 ഇയർ പ്ലാൻ നമുക്ക് നാളെ നോക്കാം. അടുത്ത ക്ലാസ്സിൽ 5 ഇയർ പ്ലാനിങ് നോക്കാം. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും ഞാൻ ഇനി രണ്ടാമത് പറയേണ്ടതുണ്ടോ? നമ്മളിപ്പോ ഒരു ബേസ് ആണ് പറഞ്ഞത്. ഇനി നമ്മൾ കേട്ട കാറ്റഗറി 3കാർക്ക് വേണ്ടിയിട്ട് സിലബസ് വൈസ് ആണ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത്. 5 ഇയർ പ്ലാനും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ സിലബസ് വൈസ് കേട്ട കാറ്റഗറി 3കാർക്ക് വേണ്ടി എടുക്കും. പിന്നെ HSAക്കാർക്ക് വേണ്ടിയിട്ട് ഇക്കണോമിക്സ് എടുക്കുന്നുണ്ട്. പക്ഷെ HSAക്കാർക്കും കേട്ട കാറ്റഗറി 3ക്കും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? കേട്ട കാറ്റഗറി 3 ഇംഗ്ലീഷ് ആണ് മീഡിയം വരുന്നത്, എന്നാൽ HSA ഇക്കണോമിക്സ് വരുന്നത് മലയാളത്തിലാണ്. HSA ഇക്കണോമിക്സ് എന്നല്ല, പാർട്ട് B മൊത്തം മലയാളത്തിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ ഈ ഇക്കണോമിക്സിന്റെ പല ടേമുകളും, തിയറിയിലൊക്കെ ഉള്ള പല ടേമുകളും നമ്മൾ ഡിമാൻഡ്, ചോദകം എന്നൊക്കെ ആക്കി മാറ്റാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നാം. ഇല്ല, നമുക്കത് ഈസി ആയിട്ട് തന്നെ എടുത്തു പോവാം. ഓക്കെ, അപ്പോൾ HSAക്കാർക്ക് ഈ ആദ്യം നമ്മളിപ്പോ കേട്ട കാറ്റഗറി 3കാർക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ്സിന് ഊന്നൽ കൊടുക്കുന്നത്. എന്നാൽ HSAക്കാർക്ക് ഉപകരിക്കുന്ന തരത്തിലുള്ള ക്ലാസ്സും കൂടിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. നമുക്ക് 5 ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇതിലിപ്പോ ഉള്ളത് ആരൊക്കെ? രേഷ്മ, ജസീന, നുബില, എല്ലാവരും കാറ്റഗറി 3ക്ക് വേണ്ടിയിട്ടാണോ? HSA ആണല്ലേ? ഓക്കെ, K3 ഉണ്ട്. കാറ്റഗറി 3 ഉണ്ട്. ഓക്കെ, കാറ്റഗറി 3 ആദ്യമായിട്ടാണോ എഴുതാൻ പോകുന്നത്, അതോ ഇതിന് മുന്നൊക്കെ എഴുതിയിട്ടുണ്ടോ? ഇത് സെക്കൻഡ് ടൈം. ഓക്കെ, അപ്പൊ 5 ഇയർ പ്ലാൻ നമുക്ക് നാളെ എടുക്കാം. നിങ്ങൾ നോട്ടൊക്കെ നിങ്ങൾ ഇങ്ങനെ എഴുതിയെടുക്കുവാണോ അതോ ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതുവാണോ ചെയ്യുന്നത്? എഴുതിയിട്ടുണ്ട് മിസ്. ഓക്കെ, അപ്പൊ 5 ഇയർ പ്ലാൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. എന്നാൽ ക്ലാസ് നിർത്തില്ലേ സാറേ? ശരി.